ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗം ജീവനക്കാർക്കുള്ള ബ്ലോക്ക് തല പരിശീലന പരിപാടി കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന മുൻസിഫ് മജിസ്ട്രേറ്റ് ഫെലിക്സ് ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. കട്ടപ്പന ഹെൽത്ത് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ വെച്ചാണ് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023 എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ അധ്യക്ഷത വഹിച്ച പരിപാടി കട്ടപ്പന മുൻസിഫ് മജിസ്ട്രേറ്റ് ഫെലിക്സ് ജോൺ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മജിസ്ട്രേറ്റിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു IPC പഴയ IPC ഇന്ത്യൻ പീനൽ കോഡിൽ ഇപ്പോൾ പുതിയതിലുമുണ്ട് ഒഫൻസസ് റിലേറ്റിംഗ് ടു പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ് കുറേ ഒഫൻസസ് കൊടുത്തിട്ടുണ്ട്. ആ ഒഫൻസുകളെല്ലാം ഒരു മജിസ്ട്രേറ്റിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജനറലായിട്ട് ഇങ്ങനെ കുറേ ഒഫൻസുകൾ അല്ലെങ്കിൽ ശിക്ഷകൾ, അതിനകത്ത് ഫൈന്, തടവ് ഒക്കെ അങ്ങനെ കുറേ ഒഫൻസുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും സമഗ്രമായിട്ടുള്ളൊരു നിയമം ഇതുവരെ ഇല്ലായിരുന്നു. ആ ഒരു അപാകതയാണ് ഇപ്പോൾ ഈ കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023 എന്നുള്ള ഒരു ആക്ട് ഗവൺമെൻറ് എനാക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ വിവിധ, ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. അതിൽ ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയത്, മനസ്സിലായത്, ഓരോ പഞ്ചായത്തിലും ഓരോ ഓഫീസർമാരെ ഈ ആക്ട് അതിൻ്റെ നോഡൽ ഓഫീസർമാരെ അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഓഫീസർമാരായിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയാണ്. അപ്പം അവരാണ് ഇനിയുള്ള ഒഫൻസുകൾ പൊതുജന ആരോഗ്യ മേഖലയിലുണ്ടാകുന്ന റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ നേരെ മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന ഫോറസ്റ്റുകാർ ഇതുപോലെയാണ്, ഫോറസ്റ്റ് ഒഫൻസസുകൾ ഇതുപോലെയാണ്. ഫോറസ്റ്റ് ആക്ടിലും ഇതേപോലെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന് പവർ കൊടുത്തിരിക്കുക. ഇന്ന ഒഫൻസുകൾ നിങ്ങളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഒരു കംപ്ലൈൻറ്റ്, ഒരു പരാതി രൂപത്തിലാണ് മജിസ്ട്രേറ്റിന് സമർപ്പിക്കുന്നത്. അതേപോലെ ഒരു അധികാരമാണ് ഓരോ പഞ്ചായത്തിനുമുള്ള ഓഫീസർമാർക്ക്. ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയായി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രവും മെഡിക്കൽ ഓഫീസറും ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗവും എത്തുന്നതിന് ഏകീകൃത പൊതുജനാരോഗ്യ നിയമം പ്രധാന പങ്കാണ് വഹിക്കുന്നത്. പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനും പകർച്ചവ്യാധി തടയുന്നതിനും വായു, ജലം, ഭക്ഷണം എന്നിവയുടെ സുരക്ഷാ നിയമത്തിലൂടെ പ്രാവർത്തികമാക്കാനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേരി വർഗീസ് വിഷയാവതരണം നടത്തി. പബ്ലിക് ഹെൽത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ടോമി TV ക്ലാസുകൾ നയിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ ആന്റണി KT, ഹെൽത്ത് ഇൻസ്പെക്ടർ ജെയ്സൺ C ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്